ജോലി കയറിയോ? റജ വരുന്ന തിങ്കളാഴ്ച മറ്റന്നാളായിരിക്കും. ചിലപ്പോൾ 1-ാം തീയതി ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ ഈ ആഴ്ച ആയിരിക്കും. കറക്റ്റ് തിരിഞ്ഞേക്കില്ല ഇപ്പം. പക്ഷേ അവിടെ വണ്ടി പഠിക്കൽ നിർബന്ധമാണ്. ബസ് അങ്ങനത്തെ വലിയ ട്രാവലൊന്നും ഇല്ല. സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇവളിപ്പോൾ അവിടെ ജോലി കാര്യമല്ല, അവിടുത്തെ അടുത്തൊരു റൂം അങ്കിള് സെറ്റാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, അവിടത്തേക്ക് മാറും. ഇപ്പം അവരെ കൂടെ തന്നെ ഇപ്പം നിൽക്കുന്നത്. അതായത് ഒന്ന് സെറ്റായിക്കോട്ടെ വിചാരിച്ചിട്ടായിരിക്കും. അതുപോലെ മക്കളും കുട്ടികളെല്ലാം ഇവിടുത്തെ ലൈസൻസ് ഉണ്ടെങ്കിൽ അവരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആടെ മാറ്റാൻ പറ്റും. അവിടെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ലൈസൻസ് എടുക്കാൻ. അല്ലെങ്കിൽ ആടെ അല്ല, ഇവിടുത്തെ ലൈസൻസ് നമുക്ക് ആടെ മാറ്റി തന്നെ കിട്ടും. ടെസ്റ്റ് ഒന്നും പോകണ്ട. ഇല്ലെങ്കിൽ ആടെ ടെസ്റ്റ് വലിയ ഇതൊന്നും ഇല്ലല്ലോ. ആടെ മറ്റേ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇല്ലേ, ഹൈവേ ഒന്നും ഇല്ല. ആ നിൽക്കുന്ന സ്ഥലത്ത് സർക്കിളിൽ ഹൈവേ ഉണ്ടെങ്കിൽ അതിൽ ഓടിപ്പിക്കൂ. ഇല്ല ആ റോഡാണെങ്കിൽ ആ റോഡിൽ ഓടിപ്പിക്കും. അത്ര അല്ലേ ഉള്ളൂ. അപ്പൊ അങ്ങള് നിൽക്കുന്ന സ്ഥലത്ത് ഹൈവേ ഇല്ല. ഒരു 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 ഗ്രാമം പോലത്തെ പ്രദേശമാണ്. അപ്പൊ ആ പ്രദേശത്തായിരിക്കും ടെസ്റ്റ് ഉണ്ടാവുക. അതൊരു ഒത്തിരി സമയം കണക്കിന് ഓടിപ്പിക്കുമല്ലോ. ബിസിനസ്സാണ് അല്ലെങ്കിൽ ഓലെ സ്വന്തം വീടാടിയാ. കമ്പനിയൊക്കെ ടൗണിലാണ്. സ്വന്തം കമ്പനി. എന്താ ടെക്നോളജി? IT കമ്പനിയാണ്. 450 സ്റ്റാഫ് USA-ലുണ്ട്. പിന്നെ 400 കേരളത്തിലുണ്ട്. സ്മാർട്ട് സിറ്റിയിൽ കൊച്ചിയിൽ ഒരു 2 ആളുണ്ട്. ഒരു ഹൈദരാബാദിലുള്ള റെഡ്ഡിയോ ഓല് 2 ആളുള്ള കമ്പനിയാണ്. അപ്പോൾ ഇവരാണ് അങ്കിളാണ് മൊത്തത്തില്. പക്ഷേ നോക്കി നടത്തുന്ന റെഡ്ഡിയാ. 25-20 വലിയ വലിയ പ്രൊജക്റ്റൊക്കെ ഗവൺമെന്റ് ഇവരെ ഏൽപ്പിക്കൂ. ഈ റോഡിന്റെ പണിയാണെങ്കിൽ അത് വേറെ എന്താണെങ്കിലോ ഗവൺമെന്റാണ് ഇവരെ ഏൽപ്പിക്കുക. ഇങ്ങനത്തെ കുറേ കമ്പനീസ് ഉണ്ടാവും. ഇപ്പം ഗവൺമെന്റിന് പറ്റിയ കമ്പനിയല്ല ഗവൺമെന്റ് കൊടുക്കുമോ? ഗവൺമെന്റിന് പൈസ കുറച്ച് കുറവുള്ള പോലെ വിലപേശം അങ്ങനെ ഉണ്ടാവുമല്ലോ. 15 കോടിക്ക് 15 കോടി ഇവരെടുക്കുന്നതാണെങ്കിൽ വേറെ കമ്പനി 14 എടുക്കാന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കും. നാട്ടിലത്തെ ഊരാളുങ്കലൊക്കെ പോലെ. ഇപ്പോൾ ഏതൊരു പ്രൊജക്റ്റ് വന്നിട്ടുണ്ട്, അതിലേക്കാണ് റജീന ആഡ് ചെയ്യുന്നത്. ഫുള്ളാണോ? ഫുള്ള് കൊടുത്താണോ? ഇങ്ങനെ അല്ല, ഒരാഴ്ചക്കുള്ളിൽ അവന് വണ്ടി കിട്ടി. അവൻ വണ്ടി ട്രേഡിങ് ചെയ്തിട്ട് മറ്റേ നിസാൻ റോഗ് മിഡ്നൈറ്റ് എഡിഷൻ. ഞാൻ ഹുണ്ടായിലായപ്പോ അടുത്ത വർഷത്തേക്ക് വണ്ടി ഇല്ലല്ലോ. ആ ഒരു വർഷവും 2 മാസമായി. ഞാൻ ഹുണ്ടായി എനിക്ക് നാളെ തരാൻ വന്നിട്ടുണ്ട്. 10 രൂപ ഡൗൺ കൊടുക്കുന്നപ്പോ 35 രൂപേന്റെ വണ്ടിക്ക് അല്ല 42 രൂപേന്റെ വണ്ടി. ആ അടവെല്ലാം കഴിയുമ്പോൾ 40, 50, 53 ഞാൻ പറഞ്ഞില്ല. ആ വണ്ടി നാളെ തരാം. പിന്നെ ഇപ്പൊ വിളിക്കും എന്നോട്. പിന്നെ ഒരു 35ന്റെ വണ്ടി 40 സംതിങ്ങിന്റെ വണ്ടി 2 ദിവസം വെയിറ്റ് ചെയ്യാൻ വന്നിക്ക്. പേപ്പർ വർക്ക് എന്തൊക്കെ പറഞ്ഞിട്ട് ഹുണ്ടായി. പിന്നെ 35 രൂപേന്റെ മൊത്തമുള്ള വണ്ടിയില്ല. ഇന്ന് തന്നെ ഇറക്കി തരാ പറഞ്ഞു എന്നോട്. രാവിലെ പോയാലും വൈകുന്നേരത്തെ വണ്ടി കിട്ടുമോ? അവര് സ്റ്റോക്ക് ഉണ്ടോ എന്ന് അങ്ങനെ ഇങ്ങനെ എല്ലാരും പറയുന്നത്. വേറെ കസ്റ്റമർ മറിച്ച് അങ്ങനെ ആക്കുന്ന. പക്ഷെ അവർക്ക് ഡൗൺ ആണ് വേണ്ടത്. ഇനി എത്ര ഡൗൺ കൊടുക്കുമെന്ന് ഇപ്പൊ പറഞ്ഞോ, അങ്ങോട്ട് പറഞ്ഞോക്ക്. വണ്ടി ഇങ്ങനെ സ്പോട്ട് കിട്ടും. ഇതൊക്കെ ബിസിനസിന്റെ കളിയാ. ശരിക്കും ഈ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ബാങ്ക് പേർക്ക് ഫുൾ പൈസ കൊടുക്കണ്ട, അല്ലാതെ ഇവർ തന്നെ ആണോ എല്ലാം ഇതാക്കുന്നത്? ബാങ്ക് ആയിരിക്കൂലേ? ഇവർക്ക് എന്താ ചൊറയിരുന്നത്? ഇവർക്ക് വണ്ടി ഇറ്റാലേ പൈസ ബാങ്ക് കൊടുക്കുമല്ലോ. കമ്പനിക്ക് വണ്ടീൻ്റെ കമ്പനിക്ക് ഇത്ര കൊടുക്കണം എന്നുള്ള കണക്കുണ്ടാവുമായിരിക്കും. ആദ്യം എടുക്കുമ്പോൾ എന്തോ കണക്കുണ്ടാവുമായിരിക്കും. അതെ അതെ. 400 meters, continue straight to stay on Lawrence Avenue East. ടേൺ ചെയ്തേ പറ്റൂ. ഓ, ഇവിടുന്ന് റൈറ്റല്ല അവൻ്റെ വീട്ടിൽ പോകണ്ടേ? നേരെ റൈറ്റാ. പക്ഷേ ഇവിടെ അല്ലല്ലോ, ഇനി കുറച്ച് ഇന്റർസെക്ഷൻ കൂടെ വരും. ഈ ലൈന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് റൈറ്റ് എടുത്തേ പറ്റും. ഓ അത് ശരി. 4 മിനിറ്റ് Continue straight to stay on Lawrence Avenue East. ഞാൻ മേലെ തരാൻ നോക്കിയുള്ളൂ.
Lawrence Avenue East for 2 kilometers. എസ്കേപ്പ് കിട്ടും പെട്ടെന്ന് വേണമെങ്കിൽ. ഫോർഡ് എസ്കേപ്പ് എത്ര അതിന്റെ എമൗണ്ട് ടോട്ടൽ ഏകദേശം ഇരുന്ന് 40-45 ആവുമായിരിക്കും. ചെറിയ കാറൊക്കെ ഞാൻ ഫ്രണ്ടിൽ പോകുന്നതാന്ന് തോന്നുന്നു എസ്കേപ്പ്. അർജുന എന്നെ ലണ്ടൻ നയാഗ്രക്ക് ദൂരമുണ്ടോ? അത്ര ദൂരമുണ്ട്. എവിടുന്നാ? ലണ്ടൻ നയാഗ്രക്ക് ദൂരം കാണും. 2 മണിക്കൂർ ദൂരം കാണും. ഓ ശരി, രണ്ടും ഒരേ ഭാഗത്തല്ലേ? ഒരേ ഭാഗത്തല്ല, വേറെ റൂട്ട് പിടിച്ച് വരേണ്ടി വരും. ഓക്കെ. ഇവിടെയൊക്കെ വൈകുന്നേരം വന്നിരിക്കാൻ നല്ലൊരു ചായക്കടയൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ? ഇതൊരു നല്ല ഏരിയ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തൊരു ഏരിയ. പക്ഷെ ഇപ്പൊ പിന്നെയും തിരക്കായി തുടങ്ങി. അവിടെ എല്ലാരും കൂടെ പോയിട്ട് നേരെ ഒന്നൊരു കായലിന്റെ ഫ്രണ്ടിലേക്ക് റോഡ് തീരുന്നു. ആ ഞാൻ പോയിട്ടുണ്ട്. ഇത് മോർണിംഗ് സൈഡാ ഇതിന്റെ സ്ഥലത്തിന്റെ പേര്? മോർണിംഗ് സൈഡ് കഴിഞ്ഞു. അത് അങ്ങോട്ടേക്കായിരിക്കും അല്ലേ? ഇതാ ലോറൻസ് റോഡ് ഇങ്ങനെ നേരെ അങ്ങ് പോകുമ്പോൾ എഡ്ജ്, ആ ഫ്രണ്ടിൽ പോകുന്ന എഡ്ജ്, അതും എസ്കേപ്പ്. In 400 meters, your destination will be on the right. ഈ ഇന്റർസെക്ഷൻ കഴിഞ്ഞ് ആദ്യം കാണുന്ന വീട്. ഇന്റർസെക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വരും. ഇവിടുന്ന് നമുക്ക് അവിടെ ഇതിന്റെ അകത്ത് നിർത്തിയാണ്. Your destination is on the right. ഈ മാളാണ് അവൻ ഉദ്ദേശിച്ചത്. മാളാ. ഈ മാളിന്റെ അകത്ത് നിർത്തിയാൽ മതി. അവൻ ഇങ്ങോട്ട് നടന്നു. ഹലോ ബ്രോ. നമ്മള് മഞ്ച മാളിലുണ്ട്. ഇനി ഇറങ്ങിന്നവാ. ഓക്കെ ബ്രോ. ഇത് മാളാണോ? മാളെല്ലാരും ചെറിയ മാളെന്ന് തന്നെ പറയുന്നത്. പക്ഷെ ഉണ്ട്. ഇവിടെയൊക്കെ ഒരു വൈകുന്നേരം നല്ല രസമല്ല, ചെറിയ സ്ഥലം. ഈ സ്ഥലത്തിന് എന്താ പറയാ? സ്ഥലമൊന്നുമില്ല, ഇത് നമ്മുടെ പോലെ തന്നെ സ്ഥലമാണ്.